ചില കഥകൾ കാലത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുകയില്ല. പകരം അവ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി, ഒരു കെട്ടഴിക്കാൻ പറ്റാത്ത രഹസ്യമായി എന്നും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു നിഗൂഢതയുടെ ചുരുളഴിക്കാനാണ് ശ്രമിക്കുന്നത്. ഹോളിവുഡിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഒരു നടൻ വെള്ളിത്തിരയിൽ പറന്നുയർന്നു. പ്രതീക്ഷയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായി. അദ്ദേഹം മറ്റാരുമായിരുന്നില്ല, സൂപ്പർമാൻ എന്ന ഐക്കോണിക് കഥാപാത്രത്തിന് ജീവൻ നൽകിയ ജോർജ് റീവസ് ആയിരുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഒരു നായകനായിരുന്നു. ദുർബലരെ സംരക്ഷിക്കുന്ന, തിന്മയെ ചെറുക്കുന്ന ഉരുക്കുമനുഷ്യൻ. എന്നാൽ തിരശീലയ്ക്ക് പിന്നിൽ റീവിസിൻ്റെ ജീവിതം താൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ അത്രയേറെ ലളിതമായിരുന്നില്ല. 1959 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റീവിസ് തൻ്റെ ലോസ് ഏഞ്ചൽസിലെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഔദ്യോഗികമായി അതൊരു ആത്മഹത്യയെന്ന് എഴുതി തള്ളിയെങ്കിലും ആ മരണം ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു. അത് ആത്മഹത്യയായിരുന്നോ, അതോ വെള്ളിത്തിരയിലെ നായകൻ്റെ ജീവിതം ആരൊക്കെയോ ചേർന്ന് അവസാനിപ്പിച്ചതാണോ? പോലീസ് റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, ഹോളിവുഡിൻ്റെ ഇരുണ്ട കോണുകൾ. ഈ മരണം ഒരുപാട് സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചു. ഇന്ന് നമ്മൾ ആ രാത്രിയിലെ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. ജോർജ് റീവിസിൻ്റെ നിഗൂഢമായ മരണത്തിന് പിന്നിലെ സത്യം തേടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോർജ് റീവിസ് എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആ സൂപ്പർമാൻ പരിവേഷത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമയിലെ തുടക്കക്കാർക്ക് പ്രചോദനമാകുന്ന ഒരു കഥയായിരുന്നു. 1914 ജനുവരി 5 അയോവയിലെ വൂൾപോർട്ടിൽ ജോർജ് ക്ലൈൻ ബ്രൂസ് എന്ന പേരിലാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലം തന്നെ അച്ഛനെ ഉപേക്ഷിച്ചു പോയ റീവിസ് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് വളർന്നത്. അമ്മ എലൻ ബ്രൂസ് ജോർജിനെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. പിന്നീട് അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച ജോർജ് മില്ലർ എന്നയാളുടെ പേരാണ് റീവിസ് തൻ്റെ ഔദ്യോഗിക രേഖകളിൽ ഉപയോഗിച്ചത്. കോളേജ് പഠനകാലത്ത് തന്നെ റീവിസ് ബോക്സിങ്ങിലും പാട്ടിലും തിയേറ്ററിലുമെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചു. അത് അദ്ദേഹത്തെ കാലിഫോർണിയയിലേക്ക് കൊണ്ടെത്തിച്ചു. നാടകങ്ങളിലും പ്രാദേശിക സിനിമാ നിർമ്മാണങ്ങളിലും ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ഹോളിവുഡിൽ തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു. 1939 വിഖ്യാത ചലച്ചിത്രം ഗോൺ വിത്ത് ദ വിൻഡ് എന്ന സിനിമയിലെ ചെറിയ വേഷം റീവിസിൻ്റെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായി. ഈ സമയത്താണ് അദ്ദേഹം ജോർജ് ക്ലൈൻ ബ്രൂസ് എന്ന പേര് മാറ്റി ജോർജ് റീവിസ് എന്ന സ്റ്റേജ് നാമം സ്വീകരിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിൽ സെനോബിയ, ആൽവേസ് ലീവ് ദം ലാഗിങ് തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം സഹനടനായി തിളങ്ങി. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും ശ്രദ്ധേയമായിരുന്നുവെങ്കിലും ഒരു മുൻനിര നായകനാകാനുള്ള ഭാഗ്യം പെട്ടെന്ന് ലഭിച്ചില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിൽ ചേർന്ന റീവിസ് പരിശീലന ചിത്രങ്ങളിലും അഭിനയിക്കുകയും ചെയ്തു. യുദ്ധാനന്തരം തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ഹോളിവുഡിൽ പ്രതീക്ഷിച്ചത്ര അവസരങ്ങൾ ലഭിച്ചില്ല. പ്രധാന കഥാപാത്രങ്ങളെ തേടി അലഞ്ഞ റീവിസിന് ഒടുവിൽ ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഓഫറായിരുന്നു, സൂപ്പർമാൻ. 1952 ആരംഭിച്ച അഡ്വഞ്ചേഴ്സ് ഓഫ് സൂപ്പർമാൻ എന്ന ടെലിവിഷൻ പരമ്പര ജോർജ് റീവിസിനെ ലോകമെമ്പാടുമുള്ള വീട്ടിലെ ഒരു താരമാക്കി മാറ്റി. കുട്ടികൾ അദ്ദേഹത്തെ ആരാധിച്ചു. മുതിർന്നവർ അദ്ദേഹത്തിൽ ക്ലാർക്ക് കെന്റിനെ കണ്ടു. ഈ വേഷം അദ്ദേഹത്തിന് പ്രശസ്തിയും പണവും നൽകിയെങ്കിലും ഒരു ടൈപ്പ് കാസ്റ്റ് എന്ന നിലയിൽ റീവിസ് ഇതിൽ തൃപ്തനായിരുന്നില്ല. സൂപ്പർമാൻ എന്ന പ്രതിച്ഛായ കാരണം മറ്റ് സിനിമകളിൽ അവസരം കിട്ടാതെ വന്നത് അദ്ദേഹത്തെ മാനസികമായി അലട്ടിയിരുന്നു. സൂപ്പർമാൻ എന്ന വേഷത്തിൽ കുടുങ്ങിപ്പോയ റീവിസ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥത കണ്ടെത്തിയില്ല. സാമ്പത്തികമായും കരിയറിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഒരുപാട് സമ്മർദ്ദത്തിലായിരുന്നു. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് 1959 ജൂൺ 16 ഹോളിവുഡിനെ ഞെട്ടിച്ച ആ ദുരന്തം സംഭവിക്കുന്നത്. 1959 ജൂൺ 16 അതിരാവിലെ ലോസ് ഏഞ്ചൽസിലെ ബെനഡിക്സ് കനിയോണിലുള്ള ജോർജ് റീവിസിൻ്റെ വീട്ടിൽ നടന്ന സംഭവം ഇന്നും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ്. അന്ന് രാത്രി റീവിസും അദ്ദേഹത്തിൻ്റെ പ്രതിശുസ്ത്ര വധുവായ ലെനോർ ലെമോണും സുഹൃത്തുക്കളോടൊപ്പം വീട്ടിലുണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം റീവിസും ലെനോർ ലെമോണും തമ്മിൽ ആ രാത്രിയിൽ ചെറിയ വഴക്കുകൾ നടന്നു. ഈ സമയത്താണ് സുഹൃത്തുക്കളായ വിൽഫ്രഡ് മാനസ്, കരോൾ വാൻ റങ്കൽ എന്നിവർ റീവിസിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ അതിഥികളെ കണ്ടപ്പോൾ റീവിസ് അസ്വസ്ഥനായി കാണപ്പെട്ടു എന്ന് സാക്ഷികൾ പറയുന്നു. റീവിസ് താഴത്തെ നിലയിലുള്ള പാർട്ടിയിൽ നിന്ന് മാറി ക്ഷീണിതനാണെന്ന് പറഞ്ഞ് മുകളിലെ ബെഡ്റൂമിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം രാത്രി ഏകദേശം 2:30-നും 4-നും ഇടയിൽ താഴത്തെ നിലയിൽ സംസാരിച്ചിരുന്ന ആളുകൾ ഒരു വെടിയൊച്ച കേട്ടു. ലെനോർ ലെമോൺ ഉടൻ തന്നെ അവൻ സ്വയം വെടിവെച്ചതാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സുഹൃത്തുക്കളിൽ ഒരാൾ മുകളിലേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ റീവിസിനെ കട്ടിലിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തലയ്ക്ക് വെടിയേറ്റ നിലയിലായിരുന്നു മൃതദേഹം. റീവിസിൻ്റെ കൈക്ക് സമീപം അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഉള്ള ലൂഗർ 9mm പിസ്റ്റൾ കിടക്കുന്നുണ്ടായിരുന്നു. പോലീസ് സംഭവസ്ഥലത്ത് എത്തിയപ്പോൾ
റീവിസിൻ്റെ മരണം ആത്മഹത്യ എന്ന് രേഖപ്പെടുത്താനായിരുന്നു അവരുടെ ആദ്യത്തെ തീരുമാനം. റീവിസ് കരിയർ സംബന്ധമായ പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും വിഷാദത്തിലായിരുന്നു എന്നും അതിനാൽ സ്വയം ജീവനൊടുക്കിയെന്നുമായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ഈ കേസിൽ നിരവധി അപാകതകളും സംശയങ്ങളും ഉണ്ടായിരുന്നു. അത് ആത്മഹത്യാ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തു. റീവിസിൻ്റെ കൈകളിൽ വെടിമരുന്നിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചില്ല. സ്വന്തമായി വെടിവെക്കുകയാണെങ്കിൽ സാധാരണയായി കൈകളിൽ അവശിഷ്ടങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഈ പ്രധാനപ്പെട്ട തെളിവ് പോലീസ് അവഗണിച്ചു. റീവിസിൻ്റെ തലയിൽ വെടിയേറ്റത് വളരെ അടുത്തായിട്ടായിരുന്നു. എന്നാൽ മരണശേഷം കണ്ടെത്തിയ വെടിയുണ്ട കിടന്ന സ്ഥലം സംശയമുണ്ടാക്കി. മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ് റീവിസ് മുകളിലേക്ക് പോയതെന്ന് ലെമോൺ മൊഴി നൽകി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റീവിസിൻ്റെ രക്തത്തിൽ ചെറിയ അളവിൽ മാത്രമേ മദ്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ടെത്തി. ആത്മഹത്യയാണെങ്കിൽ തോക്കിൽ റീവിസിൻ്റെ മാത്രം വിരലടയാളങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ പോലീസ് തോക്കിൽ നിന്ന് വിരലടയാളങ്ങൾ എടുക്കാൻ ശ്രമിച്ചില്ല. പിന്നീട് അത് മാഞ്ഞു പോയിരുന്നു. ലെനോർ ലെമോണിൻ്റെയും സുഹൃത്തുക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. വെടിയൊച്ച കേട്ട ഉടൻ അവൻ സ്വയം വെടിവെച്ചതാണ് എന്ന് ലെമോൺ വിളിച്ചു പറഞ്ഞത് സംശയാസ്പദമായിരുന്നു. വെടിവെപ്പ് നടന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടാൻ സാധിക്കുമായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ജോർജ് റീവിസിൻ്റെ മരണത്തെ കൊലപാതകമായി കാണുന്നവർ പ്രധാനമായും ഒരു വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു: എഡിത്ത് മാനിക്സ്. എഡിത്ത് മാനിക്സ് ഹോളിവുഡിലെ സ്റ്റുഡിയോ എക്സിക്യൂട്ടീവായ ടോണി മാനിക്സിൻ്റെ ഭാര്യയായിരുന്നു. ജോർജ് റീവിസും എഡിത്തും തമ്മിൽ റീവിസിൻ്റെ മരണത്തിന് ഏകദേശം 8 വർഷം മുൻപ് ഒരു രഹസ്യബന്ധം ഉണ്ടായിരുന്നു. ടോണി മാനിക്സ് ഹോളിവുഡിലെ ഏറ്റവും ശക്തനും ഭയങ്കരനുമായ വ്യക്തികളിൽ ഒരാളായിരുന്നു. ഭാര്യയുടെ ഈ ബന്ധം അദ്ദേഹം അറിഞ്ഞിരുന്നു. സൂപ്പർമാൻ എന്ന വേഷത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു പ്രധാന താരമായി മാറാനുള്ള റീവിസിൻ്റെ ശ്രമങ്ങളെ ടോണി മാനിക്സ് ബോധപൂർവം തടസ്സപ്പെടുത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. മരണത്തിന് തൊട്ടുമുമ്പ് റീവിസ് എഡിത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ലെനോർ ലെമോണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ലെമോൺ ആകട്ടെ ഒരു ഹോളിവുഡ് ഗോൾഡ് ഡിഗർ എന്നും പേരെടുത്ത വ്യക്തിയായിരുന്നു. റീവിസിൻ്റെ തീരുമാനവും ലെമോണുമായുള്ള വിവാഹവും ടോണി മാനിക്സിന് പ്രകോപനപരമായിരുന്നു. സൂപ്പർമാൻ എന്ന പ്രതിച്ഛായയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ച റീവിസ് ടോണി മാനിക്സിൻ്റെ സ്വാധീനം കാരണം അത് സാധിക്കാതെ വന്നപ്പോൾ സാമ്പത്തികമായി തകർന്നിരുന്നു. റീവിസിൻ്റെ മരണം കൊലപാതകമാണെങ്കിൽ അതിനു പിന്നിൽ ടോണി മാനിക്സിൻ്റെയോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചവരുടെയോ കൈകളുണ്ടാവാമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പോലീസ് റീവിസിൻ്റെ മരണം ആത്മഹത്യയായി തള്ളിക്കളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായ എലൻ മില്ലർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ സ്വന്തം നിലയ്ക്ക് ഒരു സ്വകാര്യ അന്വേഷകനെ നിയമിച്ചു. എലൻ്റെ ശ്രമഫലമായി കേസ് വീണ്ടും തുറക്കുകയും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എങ്കിലും ഹോളിവുഡിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട ആ കേസിൽ വ്യക്തമായ തെളിവുകളുടെ അഭാവം കാരണം കൊലപാതകം തെളിയിക്കാൻ സാധിച്ചില്ല. പിന്നീട് എലൻ മില്ലർ കേസിലെ അപാകതകൾ തുറന്നു കാട്ടാൻ ശ്രമിച്ചെങ്കിലും അധികാരികൾ ആത്മഹത്യാ വിധിയിൽ ഉറച്ചു നിന്നു. ജോർജ് റീവിസിൻ്റെ മരണം വെള്ളിത്തിരയിലെ നായകൻ്റെ ജീവിതം ദുരൂഹതയിൽ അവസാനിച്ചു എന്നതിന് തെളിവാണ്. അത് ആത്മഹത്യയായിരുന്നോ അതോ മാനിക്സിൻ്റെ സ്വാധീനത്തിൽ നടന്ന ഒരു കൊലപാതകമായിരുന്നു? ഇന്നും ആ ചോദ്യം ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുന്നു. ജോർജ് റീവിസ് ലോകം കണ്ട ഏറ്റവും മികച്ച സൂപ്പർമാൻമാരിൽ ഒരാൾ. ഒരു നിഗൂഢതയുടെ കറുത്ത പുതപ്പിനടിയിൽ മറഞ്ഞുപോയ ഒരു പ്രതിഭയാണ്. അഡ്വഞ്ചേഴ്സ് ഓഫ് സൂപ്പർമാൻ എന്ന സീരിയലിലൂടെ അദ്ദേഹം സമ്മാനിച്ച ധൈര്യത്തിൻ്റെയും നന്മയുടെയും ഓർമ്മകൾ ഇന്നും മാഞ്ഞു പോയിട്ടില്ല. എന്നാൽ ആ തിളക്കത്തിന് പിന്നിൽ ഒരുപാട് വിഷാദവും കരിയർ സംബന്ധമായ സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു. റീവിസിൻ്റെ മരണം ഒരു ദുരന്തമായിരുന്നു. അത് ആത്മഹത്യയാണെങ്കിൽ ഹോളിവുഡിലെ ടൈപ്പ് കാസ്റ്റിംഗ് ഒരു നടനെ എങ്ങനെ തകർത്തു എന്നതിൻ്റെ ഉദാഹരണമാണ്. അതല്ല, അതൊരു കൊലപാതകമാണെങ്കിൽ ഹോളിവുഡിൻ്റെ അധികാരശക്തി എത്രത്തോളം ഇരുണ്ടതും അപകടകരവുമാണ് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ്. പോലീസ് അന്വേഷണത്തിലെ അപാകതകളും സാക്ഷികളുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ടോണി മാനിക്സ് പോലുള്ള ശക്തരായ വ്യക്തികളുടെ സ്വാധീനവും റീവിസിൻ്റെ മരണം ഒരു പരിഹാരമില്ലാത്ത രഹസ്യമായി നിലനിർത്താൻ കാരണമായി. ഈ കഥ ഒരു മുന്നറിയിപ്പാണ്. വെള്ളിത്തിരയിലെ പ്രശസ്തിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച വേദനയുടെയും തകർന്നുപോയ സ്വപ്നങ്ങളുടെയും കഥ. ജോർജ് റീവിസ് എന്ന നടൻ മരിച്ചുപോയെങ്കിലും അദ്ദേഹം സമ്മാനിച്ച സൂപ്പർമാൻ എന്ന പ്രതിച്ഛായ ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ ഈ രഹസ്യത്തിന് പിന്നിലെ സത്യം ഒരിക്കലും പുറത്തു വന്നേക്കില്ല. എങ്കിലും സത്യം തേടാനുള്ള നമ്മുടെ ഈ യാത്ര തുടരും. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതിനുള്ള, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.